നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളായ CPM നേതാക്കൾക്ക് ജാമ്യം. കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, MM വർഗീസ് അടക്കമുള്ള നേതാക്കൾക്കാണ് ജാമ്യം ലഭിച്ചത്. കേസ് പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമെന്ന് കെ രാധാകൃഷ്ണൻ MP. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ മിന്നൽ ചുഴലി, വീടിനു മുകളിലെ ട്രസ് പറന്നുപോയി. ശക്തമായ കാറ്റിൽ വലപ്പാട് കോതകുളത്ത് പരക്കനാശം. പുതുക്കാട് വളഞ്ഞുപാടത്ത് തെങ്ങ് കടപുഴകി, നിർത്തിയിട്ട വാനിനു മുകളിൽ വീണു. കൊരട്ടിയിൽ നടുറോഡിൽ യുവാവിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊരട്ടി സ്വദേശി സിദ്ധാർത്ഥ് ഉദയകുമാറിനാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. ചാലക്കുടി തുമ്പക്കോട് റോഡിൽ വീണുകിടന്ന തെങ്ങിൽ സ്കൂട്ടർ ഇടിച്ച് ഗൃഹനാഥൻ മരിച്ചു. മോതിരക്കണ്ണി സ്വദേശി തോമസ് ആണ് മരിച്ചത്. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷ ഇടിച്ച് ബൈക്ക് യാത്രികന്റെ കാൽവിരൽ അറ്റു. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിലെ ED കേസിൽ CPM നേതാക്കൾക്ക് ജാമ്യം. മുൻ ജില്ലാ സെക്രട്ടറിമാരായ കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, MM വർഗീസ് അടക്കമുള്ള നേതാക്കൾക്കാണ് ജാമ്യം ലഭിച്ചത്. കല്ലൂർ PM MLA കോടതിയിലാണ് ജാമ്യം നൽകിയത്. ഈ മാസം 21-ന് CPM ജില്ലാ സെക്രട്ടറിയോട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകി. സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണക്കേസിൽ CPM പാർട്ടി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികൾക്കെതിരെയും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ആകെ 83 പ്രതികളാണ് ഉള്ളത്. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ മിന്നൽ ചുഴലി, നിരവധി മരങ്ങൾ കടപുഴകി വീണു. വള്ളൂപ്പറമ്പിൽ രാമന്റെ വീടിന് മുകളിലായി സ്ഥാപിച്ചിരുന്ന ട്രസ് പറന്നുപോയി. വാട്ടർ ടാങ്കും പാരപ്പെറ്റും തകർന്നു. മണപ്പെട്ടി കമല ബാലകൃഷ്ണന്റെ വീടിന് മുകളിലേക്ക് സമീപത്തെ വീട്ടിലെ മാവിന്റെ കൊമ്പൊടിഞ്ഞു വീണ് അടുക്കളയും ഡൈനിംഗ് ഹാളും തകർന്നു. പോട്ടയിൽ മുരളിയുടെ വീട്ടുവളപ്പിലെ മാവിന്റെ ചില്ല ഒടിഞ്ഞു വീണ് ട്രസ്സിന് കേടുപാടുകൾ സംഭവിച്ചു. ഒരു 2 മണിക്ക്, ഏകദേശം 2 മണി സമയത്ത് കനത്ത മഴയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. കാറ്റില് നമ്മുടെ വാർഡില് പൊറത്തിശ്ശേരി തച്ചപ്പള്ളി റോഡില് ഒരു 3 വീട്ടിലായിട്ട് ഗംഭീര മഴയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. കാറ്റില് വീടിന്റെ ഷീറ്റ് താഴേക്ക് വീണു. വാട്ടർ ടാങ്ക് പൊളിഞ്ഞു. പിന്നെ ആ വീട്ടിൽ തന്നെ ഒരുപാട് മരങ്ങൾ നശിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ വീടായാലും ഇപ്പോൾ മണപ്പെട്ടി പ്രേംസന്റെ വീട്, അവരുടെ വീട്ടിലിപ്പോ വീട്ടിൻ്റെ ഉള്ളിലേക്ക് മരം വീഴുകയും ചെയ്തു. മരം വീണ് കിച്ചൺ പോയി, ഹോളും അതെ മൊത്തം പോയി. വെള്ളം ഇപ്പോൾ ഉള്ളിലാണ്. പിന്നെ വരുന്നത് കോട്ടയിൽ മുരളീച്ചേട്ടൻ്റെ വീട്ടിൽ, അവിടെ അതെ ഷീറ്റുമ്മയ്ക്ക് മൊത്തം വീണിട്ടുണ്ട്, മരങ്ങൾ വീണിട്ടുണ്ട്, ജാതി വീണിട്ടുണ്ട്. പിന്നെ ജോയി ഏട്ടൻ്റെ വീട്ടിലും വീണിട്ടുണ്ട്. പുതുക്കാട് ചുങ്കം റോഡിൽ വളഞ്ഞൂപ്പാടത്ത് തെങ്ങ് കടപുഴകി, നിർത്തിയിട്ട വാനിന് മുകളിൽ വീണു. വളഞ്ഞൂപ്പാടം പറപ്പുള്ളി ലാലുവിന്റെ വാനിന് മുകളിലാണ് തെങ്ങ് വീണത്. അപകടത്തെ തുടർന്ന് ചിമ്മിനി ഡാമിൽ നിന്ന് പുതുക്കാട് സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ABC കേബിൾ പോസ്റ്റിൽ നിന്ന് പൊട്ടിവീണു. തെങ്ങ് വീണ് വൈദ്യുത പോസ്റ്റ് തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തെങ്ങ് മുറിച്ചുമാറ്റി. KSEB അധികൃതരും പഞ്ചായത്ത് അംഗങ്ങളായ സുനന്ദ ശശി, സജന ഷിബു എന്നിവരും സ്ഥലത്തെത്തി. പ്രദേശത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ വെങ്കിടങ്ങ് തൊയക്കാവിൽ വീടിന് മുകളിലേക്ക് പ്ലാവ് വീണു. കോഴിപ്പറമ്പിൽ പെരിങ്ങാട്ട് വത്സല ഗോപിയുടെ വീടിന് മുകളിലേക്കാണ് അയൽവാസിയുടെ പ്ലാവ് വീണത്. അപകടത്തിൽ വീട് ഭാഗികമായും കുടിവെള്ള ടാങ്കും പമ്പിംഗ് സംവിധാനവും തകർന്നു. ശക്തമായ കാറ്റിൽ വലപ്പാട് കോതകുളത്ത് പരക്കനാശം. കോതകുളം പടിഞ്ഞാറ് ഇല്ലിക്കുഴി UK നായർ റോഡിൽ താമസിക്കുന്ന പുതിയ വീട്ടിൽ റഷീദിന്റെ വീടിന്റെ മേൽക്കൂരയും ഓടുകളും തകർന്നു. ശനിയാഴ്ച പുലർച്ചെ വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് നാശനഷ്ടങ്ങളുണ്ടായത്. വീടിന്റെ മുൻഭാഗത്തെയും ശുചിമുറിയുടെ ട്രസ്സും തകർന്നു. ചാലുകുളം പള്ളി റോഡിലും മരങ്ങൾ വീണ് റോഡ് തടസ്സപ്പെടുകയും പ്രദേശത്ത് നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. കനത്ത മഴയെ തുടർന്ന് ദേശമംഗലം പള്ളം കൊറ്റമ്പത്തൂർ മണ്ണിടിച്ചിലുണ്ടായതോടെ പ്രദേശവാസികൾ കനത്ത ഭീതിയിൽ. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം തലപ്പിള്ളി താലൂക്ക് തഹസിൽദാർ C സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ, സ്ഥിരം സമിതി അധ്യക്ഷൻ PS ലക്ഷ്മണൻ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു.
കൊരട്ടിയിൽ നടുറോഡിൽ യുവാവിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊരട്ടി സ്വദേശി സിദ്ധാർത്ഥ ഉദയകുമാറിനാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. സംഭവത്തിൽ കൊരട്ടി പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ വിനയകുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ബാറിൽ അക്രമം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു പോലീസിന്റെ മർദ്ദനം. നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും പോലീസ് മർദ്ദിച്ചു. ബോധരഹിതനായ സിദ്ധാർത്ഥിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സിദ്ധാർത്ഥന്റെ വീട്ടുകാർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ. ചാലക്കുടി തുമ്പക്കോട് റോഡിൽ വീണുകിടന്ന തെങ്ങിൽ സ്കൂട്ടർ ഇടിച്ച് ഗൃഹനാഥൻ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സഹോദരന് പരിക്കേറ്റു. മോതിരക്കണ്ണി മണ്ണുംപുറം തളിയൻ വീട്ടിൽ 65 വയസ്സുള്ള തോമസാണ് മരിച്ചത്. പരിക്കേറ്റ സഹോദരൻ പൌലോസിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൌലോസിന്റെ പരിയാരത്തുള്ള കൃഷിസ്ഥലത്തേക്ക് പോയതാണ് ഇരുവരും. തോമസാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. അർദ്ധരാത്രിയിലെ കാറ്റിൽ കടപുഴകി വീണ തെങ്ങ് റോഡിൽ നിന്നും മുറിച്ചു മാറ്റിയിരുന്നില്ല. സ്കൂട്ടർ തെങ്ങിലിടിച്ച് കയറി ഇരുവരും റോഡിൽ തെറിച്ചു വീഴുകയായിരുന്നു. ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും ഇരുവരുടെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടം അറിഞ്ഞ് ഓടിക്കൂടിയ പരിസരവാസികളാണ് ഇരുവരെയും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചത്. ടോറസ് ലോറി ഇടിച്ച് ചേറ്റുപുഴ കർമ്മലമാതാ പള്ളിയുടെ മതിൽ തകർന്നു. റോഡരികിൽ ലോറി നിർത്തി ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു ഡ്രൈവർ. ലോറി നിരങ്ങിയിറങ്ങി പള്ളിമതിലിൽ ഇടിച്ചു കയറുകയായിരുന്നു. ആളുകൾ ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായെന്ന് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരുംചേരിൽ TCVയോട് പറഞ്ഞു. പള്ളിയിലേക്ക് ആളുകളൊക്കെ വരുന്ന സമയമായിരുന്നു. ദൈവാനുഗ്രഹത്താൽ ആർക്കും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. വണ്ടി വന്ന് ഇടിച്ച് നമ്മുടെ പള്ളിയുടെ മതിലുകൾ തകർത്ത് ഇപ്പോഴതിൻ്റെ അകത്ത് നിൽക്കുകയാണ്. വണ്ടിയിൽ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. ഡ്രൈവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി പാർക്ക് ചെയ്തിട്ട് പോയ സമയത്ത് വണ്ടി നിരങ്ങി വന്നതാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ലോറിയുടെ ഹാൻഡ്ലോക്കിലെ തകരാറാണ് ഇറക്കത്തിലേക്ക് നിരങ്ങിയിറങ്ങാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. വെളുത്തൂരിലേക്ക് റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്നിരുന്ന ഇഷ്ടികകളായിരുന്നു ടോറസ് ലോറിയിൽ ഉണ്ടായിരുന്നത്. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷ ഇടിച്ച് ബൈക്ക് യാത്രികന്റെ കാൽവിരലറ്റു. പാവർട്ടി വെൺമനാട് സ്വദേശി അത്താണിക്കൽ നിതിന്റെ കാലിലെ ചെറുവിരലാണ് അറ്റത്. മാവിൻചുവട് ലയൺസ് ക്ലബിന് സമീപമായിരുന്നു അപകടം. ദേശീയപാത ആമ്പല്ലൂർ അടിപ്പാതയുടെ ഫ്ളൈ ഓവർ താൽക്കാലികമായി തുറന്നതിനു പിറകെ അപകടം. ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കോടാലി സ്വദേശി പുളിയാനിപ്പറമ്പിൽ അജീഷിനാണ് പരിക്കേറ്റത്. കൈക്കാലുകൾക്കും മുഖത്തും പരിക്കേറ്റ അജീഷ് കൊടകര ശാന്തി ആശുപത്രിയിൽ ചികിത്സ തേടി. മുറുക്കനിക്കരയിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന അജീഷ് രാത്രി വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. ആമ്പല്ലൂർ സെന്ററിലെ മേൽപ്പാലത്തിലൂടെ വരുന്നതിനിടെ റോഡിലെ നിരപ്പില്ലാത്ത ടാറിങ്ങിൽ തട്ടി മറിയുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അടിപ്പാതയ്ക്ക് മുകളിലെ ഫ്ളൈ ഓവർ താൽക്കാലികമായി തുറന്നത്. അപകടങ്ങൾ തുടർന്നിട്ടും റോഡിലെ അപാകത പരിഹരിക്കുന്നതിനോ ടാറിട്ട ഭാഗം നിരപ്പാക്കുന്നതിനോ ദേശീയപാത അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപമുണ്ട്. കാട്ടകാമ്പാൽ മാർ ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് യുവാവ് പിടിയിലായി. മലപ്പുറം കല്ലൂർമ തലേക്കര വീട്ടിൽ അഭിജിത്താണ് പോലീസ് പിടിയിലായത്. ജൂൺ 12 പുലർച്ചെ 3 മണിയോടെയാണ് പള്ളി കോമ്പൌണ്ടിൽ മോഷണം നടന്നത്. പള്ളി കോമ്പൌണ്ടിലുള്ള കല്ലറയിലുള്ള ഓട്ടുവിളക്കും പള്ളിയുടെ നടുമുറി കുരിശുപള്ളിക്ക് മുൻവശത്തെ തൂക്കുവിളക്കുമാണ് മോഷണം പോയത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും.
Key OTT. 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. മതിലകം ഓണച്ചമ്മാവിൽ കോഴിക്കട ഉടമ മെഷീനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. ഓണച്ചമ്മാവ് സ്വദേശി കോഴിപ്പറമ്പിൽ സത്യന്റെ മകൻ സനോജാണ് കടയിലെ മെഷീനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത്. വൈകിട്ട് 6 മണിയോടെ വീട്ടിൽ നിന്നും കോഴിക്കടയിലേക്ക് പോയ സനോജിനെ രാത്രി വീട്ടുകാർ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതായതിനെ തുടർന്ന് കോഴിക്കടയിലെത്തി നോക്കിയപ്പോഴാണ് നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. കോഴികളുടെ തൂവൽ കളയുന്ന മെഷീനും നിലത്ത് മറിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു. ഈ മെഷീനിൽ നിന്നും ഷോക്കേറ്റാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കട്ടിലപ്പൂവത്ത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. മാടക്കത്തറ ചെന്നിക്കര സ്വദേശി കൊല്ലംപറമ്പിൽ വീട്ടിൽ വിഷ്ണുവാണ് പിടിയിലായത്. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KM സജീവ്, പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മദ്യം പിടികൂടിയത്. പ്രതിയിൽ നിന്നും 6 കുപ്പി മദ്യവും മദ്യം വിറ്റുകിട്ടിയ 1500 രൂപയും ഓട്ടോറിക്ഷയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളം പഴുന്നാന കാണിപ്പയ്യൂർ പാടത്ത് പശുവിന്റെ അറവ് മാലിന്യങ്ങൾ മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം മുതൽ പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പാടത്തെ ആളൊഴിഞ്ഞ ഭാഗത്തുള്ള മരത്തിൽ മാലിന്യം കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ ഉടൻ പഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. തുടർന്ന് പഞ്ചായത്ത് ജീവനക്കാർ മാലിന്യം അഴിച്ചുമാറ്റി ശാസ്ത്രീയമായി സംസ്കരിച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സുബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് അറിയിച്ചു. സ്കൂൾ വിട്ട് സഹപാഠികളോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം കൊറ്റംകുളങ്ങര സ്വദേശി കുടിലിങ്ങൽ വീട്ടിൽ സുധൻ എന്നയാളാണ് പിടിയിലായത്. കൊടുങ്ങല്ലൂർ DYSP P പ്രമോദ്, SHO രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആളൂരിൽ പോലീസ് വാഹനമിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് AIYF, AISF പ്രവർത്തകർ ഇലിങ്ങാലക്കുടയിലെ തൃശൂർ റൂറൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിപിൻ അധ്യക്ഷത വഹിച്ചു. PS ശ്യാംകുമാർ, PV വിഘ്നേഷ്, CPI ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. വെങ്ങാനെല്ലൂരിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച് മദ്യവിൽപ്പന നടത്തിയിരുന്നയാളെ പഴയന്നൂർ റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വെങ്ങാനെല്ലൂർ സ്വദേശി മനോജ് കുമാറാണ് അറസ്റ്റിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. മമ്മിയൂരിൽ നടുറോഡിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച 2 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പേരകം സ്വദേശി പണിക്കെ വീട്ടിൽ ഫിറോസ്, ഒരുമനയൂർ സ്വദേശി വട്ടപ്പറമ്പിൽ ബിജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. വടിവാളുമായി നടുറോഡിൽ ഏറെ നേരം ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. ചെറുതുരുത്തി പൈങ്കുളത്ത് 2 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. ചേനക്കുന്നത്ത് വീട്ടിൽ അലി അഹമ്മദ്, വെട്ടുകാട്ടിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് തെരുവുനായുടെ കടിയേറ്റത്. ഇരുവരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനായി ചക്ക ഉൽപ്പന്നങ്ങൾ ശീലമാക്കിയിരിക്കുകയാണ് ചാലക്കുടി കിഴക്കേപ്പോട്ട സ്വദേശി കോമ്പാറക്കാരൻ ജോസ്. 10 വർഷം മുൻപാണ് കോമ്പാറക്കാരൻ ജോസ് പ്ലാവിനെ അടുത്തറിഞ്ഞതും ചക്ക കൃഷിയിലേക്ക് ആകൃഷ്ടനായതും. പോട്ട അതിരപ്പിള്ളി റോഡിൽ അലവി സെന്ററിലെ വീട്ടുപറമ്പിലും തൊട്ടടുത്ത തോട്ടത്തിലും നിറയെ പ്ലാവുകളാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന ജോസേട്ടൻ തന്റെ കൃഷിയിടത്തിൽ 500ഓളം പ്ലാവുകളാണ് നട്ടുവളർത്തിയിരിക്കുന്നത്. 84-ാം വയസ്സിലും പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ജോസേട്ടൻ പറയുന്നു. കൃഷികൾ ധാരാളം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ പ്ലാവ്, മാവ്, തെങ്ങ് അങ്ങനെയുള്ള കൃഷികളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. 10 കൊല്ലങ്ങളിലായിട്ട് പ്ലാവ്, മാവ്,
കടപ്ലാവ്, അങ്ങനെ പലവിധ കൃഷികളുണ്ട്. കോടാലി ഇഞ്ചൻകുണ്ടിലെ 4 ഏക്കറിലും നിറയെ പ്ലാവുകൾ വളരുന്നുണ്ട്. ഇനിയും പ്ലാവുകൾ വളർത്തലും ചക്കയുടെ ഉപയോഗവും തുടരുമെന്ന് ജോസേട്ടൻ പറയുന്നു. TCV ന്യൂസ്, ചാലക്കുടി. ഭാവി കേരളത്തിൽ ഗോതമ്പിനും അരിക്കും ബദലായി ചക്ക ഉയർന്നു വരുമെന്ന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ആഗോള ചക്ക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പടിഞ്ഞാറെ ചാലക്കുടിയിൽ നടന്ന അന്താരാഷ്ട്ര ചക്ക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബദൽ ജീവിത പഠന കേന്ദ്രത്തിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു അധ്യക്ഷയായി. നഗരസഭാ വൈസ് ചെയർമാൻ KV പോൾ, കൌൺസിലർ ലിൻഡ ജോയ്, ചക്ക കൂട്ടായ്മ സംസ്ഥാന കോർഡിനേറ്റർ അനിൽ ജോസ്, റിജി ജോസഫ്, ഡോക്ടർ വർഗീസ് പോൾ, പത്മിനി ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കള്ളുഷാപ്പിൽ മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ അജ്മലാണ് അറസ്റ്റിലായത്. വലപ്പാട് സ്വദേശി അരയംപറമ്പിൽ വീട്ടിൽ ദേവപ്രയാഗിനെയാണ് പ്രതി വാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും സ്കൂട്ടർ തകർക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് എടത്തിരുത്തി കനാൽ കള്ളുഷാപ്പിലായിരുന്നു സംഭവം. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിൽ UNA-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെ ശക്തമായി പ്രതിരോധിക്കാൻ പഴുവിൽ ഫൊറോന അടിയന്തര കൌൺസിൽ യോഗം തീരുമാനിച്ചു. ഞായറാഴ്ച രാവിലെ 10-ന് തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപം വിശദീകരണ യോഗം സംഘടിപ്പിക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ഫൊറോന വികാരി ഫാദർ ജോബ് വടക്കൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫൊറോന KCYM ഡയറക്ടർ ഫാദർ ജിൻഡോ പേരേപ്പാടൻ, ഫൊറോന കൌൺസിൽ സെക്രട്ടറി ആന്റണി, ഫൊറോന കുടുംബ കൂട്ടായ്മ കൺവീനർ വിൻസെന്റ്, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തുറയൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സെന്റ് ആൻസ് കോൺവെന്റ് ഗേൾസ് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിൻഡോ പോൾ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ വിബിത വാസു, സെന്റ് ആൻസ് പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ, ലോക്കൽ മാനേജർ സിസ്റ്റർ സാന്നിധ്യ, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ മരിയ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജിലെ 2026-27 അധ്യയന വർഷവും 11ാമത് MBA ബാച്ചിന്റെ സ്വീകരണവും തിങ്കളാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ നിർവഹിക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി, അധ്യാപക കോർഡിനേറ്റർ പ്രൊഫസർ നോയൽ വിൽസൺ നേതൃത്വം നൽകും. ന്യൂസ് കോർഡിനേറ്റർ മെസ്റ്റർ ജിയോ എന്നിവർ പങ്കെടുത്തു. പുത്തൻപീടിക GLP സ്കൂൾ പ്രധാന അധ്യാപികയായിരുന്ന TM തങ്കമ്മ അനുസ്മരണ യോഗം നടന്നു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ബിജു അണ്ടേഴത്ത് അധ്യക്ഷത വഹിച്ചു. വികസന സമിതി ചെയർമാൻ ജോസ് വള്ളൂർ, അംഗങ്ങളായ അറുമുഖൻ മാക്കൂത്ത്, KL മാണി, PTA വൈസ് പ്രസിഡന്റ് പ്രജിത പ്രശാന്ത്, TM തങ്കമ്മ എന്നിവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജിൽ 2023-26 ബാച്ച് ബിരുദ വിദ്യാർത്ഥികളുടെയും 2023-25 ബാച്ച് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെയും ബിരുദദാന ചടങ്ങ് നടത്തി. മലയാളം യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ KM ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. സഹൃദയ മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K. കരുണ, പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ്, ഡോക്ടർ ഷീബ എന്നിവർ സംബന്ധിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്.
കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശം ഈ മാസം 10-ന് തുടങ്ങും. ക്ഷേത്രം തന്ത്രി പട്ടംതുരുത്തി മേക്കാട്ടുമനയിൽ ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ 15 വരെയാണ് അഷ്ടബന്ധ കലശം നടക്കുന്നത്. വെള്ളിയാഴ്ച ആചാര്യവരണത്തോടെ ചടങ്ങുകൾ തുടങ്ങും. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പ്രൊഫസർ ടി ഉണ്ണികൃഷ്ണമേനോൻ, സെക്രട്ടറി ആശാ മധു, അജിത് മുരളീധരൻ, വി.പി. പ്രഹ്ലാദൻ, എം.എ. ഗോവിന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂരിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ജുവൽ റോക്ക് ഹൈറോപ്റ്റർ ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കൊടകര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂർ IMA-യുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കമ്പനി മാനേജിംഗ് ഡയറക്ടർ ലയൺ KV ശിവകുമാർ MJF ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി ലയൺ ജോസ് ആന്റണി, ട്രഷറർ ലയൺ വർഗീസ് കാളൻ, ഡോക്ടർ രാധാകൃഷ്ണൻ, ഡയറക്ടർമാരായ നാരായണൻ, ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിഭാ സംഗമവും നടത്തി. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ KB സജു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK അജിതകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, ബാങ്ക് വൈസ് പ്രസിഡന്റ് ഡേവിസ് തട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിനി സത്യൻ, നീതു സുജേഷ്, സാജിദ അഷ്റഫ്, വിവിധ കക്ഷി നേതാക്കളായ AV സതീഷ്, PK ഷാജു, TK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി K. ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന അനുസ്മരണം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി NS വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VS പ്രിൻസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം PS അംബുജാക്ഷൻ, ലൈബ്രറി കൌൺസിൽ മുൻ താലൂക്ക് പ്രസിഡന്റ് I. ബാലഗോപാലൻ, മറ്റത്തൂർ നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വരന്തരപ്പള്ളി നേതൃസമിതി കൺവീനർ OM പുഷ്പാകരൻ എന്നിവർ സംസാരിച്ചു. പഴയന്നൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി അധ്യക്ഷയായിരുന്നു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PA ബാബു, ആസൂത്രണ സമിതി അംഗം TC പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് NK അക്ബർ MLA പുരസ്കാരങ്ങൾ നൽകി. ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പ്രതിഭാ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺമാരായ സുനിത അരവിന്ദൻ, H. അക്ബർ, ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, TT ശിവദാസൻ, PK രാജേശ്വരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വടൂക്കര സന്മാർഗ ദീപം വായനശാല K. ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോൺ ജോഫി അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് തിലകൻ കൈപ്പുഴ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം CP പ്രമോദ്, വായനശാല സെക്രട്ടറി TK സത്യൻ, ജോയിന്റ് സെക്രട്ടറി ഷനു ജോർജ് എന്നിവർ സംസാരിച്ചു. അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്കിൽ അദ്ദേഹം ഒരു പ്രസംഗം കലക്കി. K. ദാമോദരൻ 4 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗം കഴിഞ്ഞപ്പോൾ ആളുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരായിട്ട് മാറുകയാണ്. ദാമോദരന്റെ അനുയായികളായിട്ട് മാറി. ഫോട്ടോമ്യൂസ് മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ നോട്ട്സ് ഓഫ് ലൈറ്റ്സ് എന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് കോടാലിയിൽ തുടക്കമായി. സീനിയർ ഫോട്ടോഗ്രാഫർ സുനിൽ സബരിയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഉണ്ണി പുളിക്കൽ, സുനിൽ പുണർക്ക, SK നന്ദിനി, അരവിന്ദൻ, ചിത്ര, AC ജയൻ, ശിവൻ തണ്ടാശ്ശേരി എന്നിവർ സംസാരിച്ചു. പ്രശസ്ത ഫോട്ടോഗ്രാഫറും ഫോട്ടോമ്യൂസ് അക്കാദമിക് ഡയറക്ടറുമായ നന്ദകുമാർ ക്യൂറേറ്റ് ചെയ്ത 25 ഫോട്ടോഗ്രാഫുകളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം ഈ മാസം 30 വരെ തുടരും. മുറ്റിച്ചൂർ ഉറൂസ് മുബാറക് ഈ മാസം 9, 10, 11 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. EK മുഹമ്മദ് ബാവ മുസ്ലിയാർ വ്യാഴാഴ്ച കൊടിയേറ്റം നടത്തും. കൂട്ടസിയാറത്തിന് സയ്യിദ് ഖബറുദ്ദീൻ ബാദുഷ തങ്ങൾ നേതൃത്വം നൽകും. മുറ്റിച്ചൂർ മഹല്ല് ഖത്തീബ് സിദ്ദിഖ് ബാഖവി ഉറൂസ് അനുസ്മരണം നടത്തുമെന്ന് EK സെയ്ദു, മുഹമ്മദ് അനസ് എന്നിവർ അറിയിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളായ CPM നേതാക്കൾക്ക് ജാമ്യം. കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, MM വർഗീസ് അടക്കമുള്ള നേതാക്കൾക്കാണ് ജാമ്യം ലഭിച്ചത്. കേസ് പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമെന്ന് കെ രാധാകൃഷ്ണൻ MP. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ മിന്നൽ ചുഴലി, വീടിന് മുകളിലെ ട്രസ് പറന്നുപോയി. ശക്തമായ കാറ്റിൽ വലപ്പാട് കോതകുളത്ത് പരക്ക നാശം. പുതുക്കാട് വളഞ്ഞുപാടത്ത് തെങ്ങ് കടപുഴകി, നിർത്തിയിട്ട വാനിന് മുകളിൽ വീണു. കൊരട്ടിയിൽ നടുറോഡിൽ യുവാവിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊരട്ടി സ്വദേശി സിദ്ധാർത്ഥ് ഉദയകുമാറിനാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. ചാലക്കുടി തൂമ്പക്കോട് റോഡിൽ വീണുകിടന്ന തെങ്ങിൽ സ്കൂട്ടറിടിച്ച് ഗൃഹനാഥൻ മരിച്ചു. മോതിരക്കണ്ണി സ്വദേശി തോമസ് ആണ് മരിച്ചത്. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷ ഇടിച്ച് ബൈക്ക് യാത്രികന്റെ കാൽവിരൽ മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.